ഹലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയാ ചേ? മൂന്നാർ. ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയ ശേഷമാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് കേട്ടാ, അല്ലേ? അപ്പം ഞങ്ങളുടെ കൂടെ പപ്പു ഉണ്ട് ഇത്തവണ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന എന്താ പറയണേ ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്നതും എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് എന്താ പറയുക ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കാം, ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് പോകുന്നത്, കാരണം നല്ല ക്ഷീണമുണ്ട്. മുഖം കാണുമ്പോഴേ അറിയാമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കം കഴിഞ്ഞെങ്കിലും ഒരു ക്ഷീണമുണ്ട്. അപ്പം നിങ്ങൾ ഫ്ലാഷ് ബാക്ക് ഒക്കെ കണ്ടിട്ട് വാ. അപ്പം ഞങ്ങൾ പതുക്കെ ഒന്ന് പുറത്തൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം, അതും കാണിക്കാം കേട്ടോ. രാവിലെ ഞങ്ങളൊരു 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാഫിക്കൊന്നും ഇല്ലാതെ നമുക്ക് പൊളിച്ചടുക്കി പോകാൻ പറ്റും. ട്രിവാൻഡ്രത്ത് നിന്ന് മൂന്നാർ വരെ ഏകദേശം ഒരു 7-7.5 മണിക്കൂറാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ പാപ്പു ഉണ്ട്. അപ്പം അവനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വഴിയിൽ നിർത്തി പോകാൻ പറ്റുള്ളൂ. ഒരു ഉച്ചയൊക്കെ ആകുമ്പം എത്തും എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ വഴിയിൽ ഒരു ചായക്കടയൊക്കെ കണ്ടു. അവിടെ നമുക്ക് ചായയൊക്കെ കുടിക്കാനായിട്ട്, ചായയല്ല കട്ടൻ കുടിക്കാനായിട്ട് ഞങ്ങൾ നിർത്തി. പിന്നെ കൂട്ടത്തിൽ പാപ്പുവിനെ ചുച്ചുമൊക്കെ ഒഴിപ്പിക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ഒരു മോർണിംഗ് നമ്മൾ തേയിലയൊക്കെ കുടിച്ച് നിൽക്കുമ്പം ഇച്ചായും ഫ്രണ്ടിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഒരു പഴയ ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പഴയൊരു ബിൽഡിംഗ് ഒക്കെ കാണിച്ചു. അതാണ് ഇച്ചാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ തേയിലയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൺറൈസ് ഇങ്ങനെ നേരം പരപരാ ഇങ്ങനെ വെളുത്ത് വരുന്നത് നല്ല രസമുണ്ട്. കാരണം ഈ സമയത്തൊക്കെ എസ്പെഷ്യലി ഞാൻ വീട്ടിൽ മൂടിപ്പറിച്ച് കിടന്നുറങ്ങാറാണ് പതിവ്. ഇങ്ങനെയാണ് നമ്മൾ പാപ്പുവിനെ കൊണ്ടുപോകുന്നത്. ബാക്കിൽ സീറ്റ് കവറൊക്കെ ഇട്ടിട്ട് കൂട് വയ്ക്കും. കൂട് തുറന്നു തന്നെ ഇടും. അപ്പം അവന് കൂട്ടിനകത്ത് കയറാനും ഇറങ്ങാനും ഉള്ള ഒരു രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഏറ്റവും സേഫ് ഒരു ഏരിയയാണ്. നമ്മുടെ ക്യാപ്റ്റൻ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ലോങ് ട്രിപ്പ് യാത്രയും കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനും ഇച്ചായനും പാപ്പും ക്യാപ്റ്റനും ആദ്യമായിട്ടാണ് മൂന്നാറിൽ പോകുന്നത്. അതും കൂടെ ഈ ഒരു യാത്രയുടെ ഒരു പ്രത്യേകത കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കുഞ്ഞു കടയുടെ ഫ്രണ്ടിൽ നമ്മൾ നിർത്തി. കടയുടെ ഓപ്പോസിറ്റ് നമ്മൾ കാറ് പാർക്ക് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാപ്പുവിനെയും ഞങ്ങളെയും കാണുന്ന രീതിയിലാണ് നമ്മൾ കാറ് ഇട്ടിട്ടുള്ളത്. വിൻഡോ ഒരല്പം താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ പാപ്പു അതിനകത്ത് നമ്മളെയും കണ്ടുകൊണ്ട് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് നിന്നോളും. നല്ല പൂ പോലത്തെ ഇഡലിയും നല്ല ചമ്മന്തിക്കറിയും സാമ്പാറും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഈ കൊച്ചു കടകളിൽ എനിക്ക് തോന്നാറുണ്ട് കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടാറുണ്ടെന്ന് തോന്നാറുണ്ട്. പാപ്പുവിന് ഒരു ഡബിൾ ഓംലേറ്റും കൂടെ മേടിച്ചു. പാപ്പുവിന് രാവിലെ ഫുഡ് കൊടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും കഷ്ടപ്പാടാണ് പാപ്പുവിന് ഫുഡ് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പാപ്പുവിന് ഫുഡും കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കേട്ടോ, ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നവർ മിക്കവരും പാപ്പുവിൻ്റെ അടുത്ത് പോവുകയും ഫോട്ടോയൊക്കെ എടുക്കുകയും ഭയങ്കര സ്നേഹത്തോടുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്താണ് പോകുന്നത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കാറിൽ പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തണം തോന്നുമ്പോൾ നമ്മൾ നിർത്തും. എന്തുകൊണ്ട് അത്രയും ഒരു രസമായിട്ടാണ് നമ്മൾ ഒരു കാർ യാത്ര ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങൾ കൊച്ചിയിൽ പോയപ്പോഴും നമ്മൾ STയിലാണ് പോയിട്ടുള്ളത്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു. ഇപ്പോൾ ക്യാപ്റ്റനിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ യാത്ര കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തു, കുറച്ചുകൂടെ കംഫോർട്ടബിളും നല്ല എൻജോയ് ചെയ്താണ് ഞങ്ങൾ പോയത് കേട്ടോ. മൂന്നാറിലോട്ട് പോകുന്ന വഴിക്ക് നേര്യമംഗലത്തിനും അടിമാലിക്ക് ഇടയ്ക്കാണ് ഈ ഒരു ചീയാപ്പാറ വാട്ടർഫോൾസ് വരുന്നത്. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. നമ്മൾ മൂന്നാർ പോകുന്ന എല്ലാവരും അവിടെ വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് വെള്ളം കുറവാണ്. കാരണം സീസൺ വെള്ളത്തിൻ്റെ ഒരു ഭയങ്കര ഒരു ഇതല്ലല്ലോ. അപ്പം അത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ നിർത്തി കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മൂന്നാറെത്തി. വളവും തിരിവും എന്താ പറയുക ഈ പ്രഷർ വേരിയേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങനെ അവസാനം മൂന്നാർ എത്തി. ഞങ്ങൾ ഈ ഒരു ഹോം സ്റ്റേ എടുത്തിട്ടുള്ളത് കുഞ്ചിത്തണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. മൂന്നാറിൽ നിന്നൊരു 15-16 കിലോമീറ്റർ കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് താമസിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഈ മൂന്നാറിൻ്റെ തിരക്കൊക്കെ ഒന്നും ഇല്ലാത്ത ഒരു സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ സ്വന്തം ബാബു ചേട്ടൻ. ഈ ഒരു ഹോം സ്റ്റേയുടെ കെയർ ടേക്കറാണ്. ചേട്ടൻ്റെ ഫാമിലിയൊക്കെ വേറെ ലെവലാണ്. ഭയങ്കര സ്നേഹവും കെയറിങ്ങും എന്ന് നല്ല പെരുമാറ്റമാണെന്ന് അറിയാമോ. ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഉച്ചയാകുമ്പോൾ എത്തും, ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ചോറും കറികളും ഒക്കെ. ചേട്ടൻ്റെ വൈഫാണ് കുക്ക് ചെയ്യുന്നത്. ചേച്ചി അടിപൊളി കുക്കാട്ടോ. മിനി എന്ന ചേച്ചിയുടെ പേര്. ഈ കാണുന്ന ഒരു പിക്കിളാണ്, മസാലയൊന്നും ഇല്ലാത്തൊരു വെറൈറ്റി പിക്കിളാണ്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരു പിക്കിള്. അങ്ങനെ ചോറ്, മോര് കറി, പപ്പടം, പിക്കിള്, ചീരത്തോരൻ, പിന്നെ ഫിഷ് ഫ്രൈയും. ഈ ഒരു ഹോം സ്റ്റേയുടെ ഓണർ ബാബു ജോർജ് എന്നാണ്. പുള്ളിക്കാരൻ ഒരു റിട്ടയർഡ് കേണലാണ്. ഹോം സ്റ്റേയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഫാമും പുള്ളിക്കാരനുണ്ട്. ശരിക്കും പറഞ്ഞാൽ
അവിടെ നിന്ന് പിടിച്ച മീനാണ് കേട്ടോ. അവർ പോണ്ടൊക്കെ കെട്ടിയിട്ട് ഫിഷ് വളർത്തുന്നുണ്ട്. അവിടെ നിന്ന് ഫ്രഷായിട്ട് ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഞാൻ തിന്നാൻ പോകുന്നതും. അവിടെ തന്നെ പച്ചക്കറികളും എല്ലാം ഉള്ള ഒരു ഓർഗാനിക് ഫാമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ അവിടെ നിന്ന് ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് വച്ചിട്ടാണ് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ടേസ്റ്റ് ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഫുഡിലുണ്ടായിരുന്നു. കാരണം നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറി പോലെ അല്ല ഗൈസ്, നല്ല ഡിഫറെൻ്റ് ആണ് അവിടുത്തെ ഓർഗാനിക് പച്ചക്കറി കഴിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പാപ്പുവിന് ഞങ്ങൾ ആ ഫിഷിനകത്തുള്ള നല്ല പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചോറ് കുഴച്ചാണ് പാപ്പുവിന് കൊടുത്തത്. മസാല ഇല്ലാതെ കൊടുത്തു. അത് പാപ്പുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പാപ്പു ഈ പുഴമീനൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇതും ആ ഫാമിലുള്ള പപ്പയ്ക്കാട്ടോ. ചോറ് കഴിച്ചതിന് ശേഷം കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാട്ടോ. നല്ല ടേസ്റ്റുള്ള പപ്പയ്ക്കായിരുന്നു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ്. ഇതിൻ്റെ പേര് വന്നിട്ട് നേച്ചർ റൂട്ട്സ് കോട്ടേജ് എന്നാണ്. കുഞ്ചത്തണ്ണിയിലാണ് ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു വീട്, ഒരു എൻ്റയർ വീട് അത് തന്നെയാണ് നമുക്ക് താമസിക്കാൻ കിട്ടിയിരിക്കുന്നത്. അടിപൊളിയായിട്ടോ, നല്ല രസമായിട്ട് ഫ്രണ്ടിലൊക്കെ അവർ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ കുരുമുളകിൻ്റെ വലിയൊരു മരമുണ്ട്, ചീര നട്ടു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു അടിപൊളി ഒരു എന്താ പറയണ ഒരു ഹോം സ്റ്റേ ആണ്. കാണാനും നല്ല ഭംഗിയാണ്. എനിക്ക് എൻ്റെ വീട് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം മാറി നിൽക്കുന്ന ഒരു നമ്മൾ വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പം നമുക്കിനി ഹോം ടൂർ ആവാം അല്ലേ. അപ്പോൾ ഈ കാണുന്നത് ഒരു ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ്. ഈ വീട്ടിൽ 2 ബെഡ്റൂമുണ്ട്. 2 ബെഡ്റൂമിനും ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടച്ചിട്ടേക്കാണ്. അപ്പം കയറി വരുമ്പോൾ ഒരു സിറ്റ് ഔട്ട് എന്നുള്ള വ്യൂ ആണ്. മലയും കുന്നും കാടും അതേ അവിടെ കൂടെ അരുവി പോകുന്നുണ്ട്. നല്ല രസമാട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് നമ്മൾ കയറി വരുന്ന സമയത്തുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഒരു വിശാലമായ ഒരു ഹോളും ഒരു ഓപ്പൺ കിച്ചണുമാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ഈ കാണുന്നില്ലേ ഈ ലാമ്പ് ഉണ്ട്, ഒരു യൂറോപ്യൻ സ്റ്റൈൽ ലാമ്പാണ്. ഈ ഒരു വീട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കൊളോണിയൽ യൂറോപ്യൻ സ്റ്റൈലൊക്കെ ആയിട്ട് തോന്നും. നല്ലൊരു അതിൻ്റെ സ്ട്രക്ചറൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. വിശാലമായൊരു ബെഡ്റൂമാണ്. കിങ് സൈസ് ബെഡും അറ്റാച്ച്ഡ് ബാത്റൂമും. തണുപ്പാണെങ്കിൽ കൂടിയും ഇവിടെ ഫാനുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും വലിപ്പമുള്ള മുറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലഗേജും പാപ്പുവിൻ്റെ കൂടും ഒക്കെ വച്ചാൽ പോലും ബാക്കി സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ബെഡിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ് സൈഡ് ടേബിൾ ഉണ്ട്. പിന്നെ എന്താ പറയണത് പാപ്പുവിൻ്റെ കൂട് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിങ് ടേബിളുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കബോർഡും ഉണ്ട് കേട്ടോ. പിന്നെ ഈ റൂമിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ വീട്ടിൽ 2 മുറിയുണ്ട്. 2 മുറിക്കും എന്താ പറയുക അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാൽക്കണി ഉണ്ട്. അത് അടിപൊളിയാട്ടോ. നല്ലൊരു വ്യൂ ഉണ്ട്. നമുക്ക് സിറ്റൗട്ടിൽ നിന്ന് കാണുന്ന അതേ വ്യൂ തന്നെയാണ് ഈ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത്. ആ ഒരു അരുവി കാണാൻ പറ്റും, ആ മല കാണാൻ പറ്റും, ഈ ഒരു കുന്നും കാടും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ഫീലാട്ടോ. നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ പെറ്റ്സിനെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇതുപോലത്തെ ഒരു എൻറ്റയർ ഹോം. എനിക്ക് തോന്നുന്നു ഹോട്ടൽ മുറിയേക്കാളും ഒക്കെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു എൻറ്റയർ ഹോം എടുക്കുന്നതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും. അതും നല്ല വലുപ്പമുണ്ട് കേട്ടോ. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂമും റൂമും വീടും ഒക്കെ ആട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. പപ്പുട്ടിക്ക് ഇഷ്ടപ്പെട്ടാ? അപ്പന് ഇഷ്ടപ്പെട്ടാ? വീട് ഇഷ്ടപ്പെട്ടാ? അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ വീട് മാറി പുതിയ വീട്ടിൽ വന്നതെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ആള് കേട്ടോ. ഇങ്ങനെ ഇതിപ്പോ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ആളൊരു ഓട്ടമാണ്. കാരണം നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ചെറിയൊരു വീടും ചെറിയൊരു കോമ്പൗണ്ടും അല്ലേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടപ്പോ അവന് ഭയങ്കര സന്തോഷമായോ? എന്നെ മുഖം നോക്കട്ടെ, സന്തോഷമായി മുഖം നോക്കട്ടെ. ഇത് ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ തൊട്ടടുത്തുള്ളൊരു പള്ളിയും സ്കൂളുമാണ്. ഇതിൻ്റെ പരിസരം കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഞങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്ക്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മൂന്നാർ വരെയുള്ള ഞങ്ങളുടെ ഒരു യാത്രയുടെ പരമ്പരയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഹോം സ്റ്റേയിലോട്ടുള്ള ഒരു എൻട്രൻസ്. ഈ പരിസരമൊക്കെ നമ്മുടെ ഹോം സ്റ്റേയുടെ ഭാഗമാണ് കേട്ടോ. ഈ ബൊഗൈൻ വില്ലയൊക്കെ പടർത്തി വിട്ടിരിക്കുന്നതും. പിന്നെ ഇത് നമുക്കൊരു സ്റ്റെയറും ഉണ്ട് കേട്ടോ. ഇതുവഴി കയറിയാലും നമുക്ക് നമ്മുടെ ഹോം സ്റ്റേയിലോട്ട് കയറാൻ പറ്റും. ഈ കാണുന്നതൊക്കെയാണ് ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ ഒരു പരിസരം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ചായ കുടിക്കാനും അത് മാത്രമല്ല ഇതിൻ്റെ അടുത്ത് ഈ ഒരു നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ടടുത്തായിട്ട് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കാണാനാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
അങ്ങനെ ഞങ്ങളൊരു കട്ടനൊക്കെ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് ചുനയമാക്കൽ വാട്ടർഫാൾസ് ആണ്. ഇത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. വാട്ടർഫാൾസിലോട്ട് പോകുന്നത് ഒരു ഓഫ് റോഡ് റോഡാണ്. അപ്പം നമുക്ക് ജീപ്പൊക്കെ എടുത്ത് പോയാലേ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ 400 രൂപ പേ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ജീപ്പ് എടുത്ത് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വാട്ടർഫാൾസ് ഒക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബാബു ചേട്ടൻ രാത്രി നമുക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു അടിപൊളി ഒരു സാലഡും, ക്യാബേജ് സാലഡാണ്. ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മിനി ചേച്ചിയോട് ചോദിച്ച് പഠിച്ചു. വളരെ ഈസിയാണ്. നമ്മുടെ വയലറ്റ് ക്യാബേജ് ഇല്ലേ, അതും തേങ്ങയും നാരങ്ങ നീരും വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു സാലഡ് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി കിടക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ, കാരണം ഞങ്ങൾ നല്ല ടയേർഡാണ്. നാളെ നമുക്ക് മൂന്നാർ കറങ്ങാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ പാപ്പു മൂടി പൊതിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ ബൈ, ടാറ്റാ.